പറയാൻ ഗുരുവായൂരത്തെ ധ്വജപ്രതിഷ്ഠ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നാണ് ശരിക്കും രാവിലെ ഒരു പരിപാടി നടത്തി. അപ്പൊ അതില് ഒരു കാര്യം എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ പറഞ്ഞു, സ്വാമി പറഞ്ഞത് നമ്മുടെ പേര് പറഞ്ഞില്ല, മാധവൻപാട്ട. അന്നത്തെ കാലത്ത് വളരെ വിവാദമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അദ്ദേഹം കരുനാട്ടുള്ള ആളാണ്. എന്ത് പറഞ്ഞാലും അപ്പം ഭരിക്കും. അപ്പോൾ അങ്ങനെ മനഃപൂർവ്വം അവിടെ എഴുതി വെച്ചു നമുക്ക് പ്രവേശനം ഇല്ലാന്ന് പാറുണ്ടാക്കുന്ന സ്ഥലത്ത്. അത് വലിയ വൈരാഗ്യമായി ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പൊ കുമാരപ്പണിക്കരുടെ ഈ കണ്ണട മാറ്റിയ സമയം, പഴയ കണ്ണട. അപ്പൊ അത് അന്ന് ഈ ഗോൾഡൻ ഫ്രെയിം ഇറങ്ങിയ കാലം. അപ്പൊ അത് ഒരു ഗോൾഡൻ ഫ്രെയിം. അപ്പൊ ഇയാള് പറഞ്ഞിട്ടുണ്ടാക്കി സ്വർണം കണ്ണട അങ്ങനെ ഉണ്ടായില്ലേ? അതുണ്ടായി. 5 പൈസ സംഭവിച്ചിട്ടില്ല. 5 പൈസ സംഭവിച്ചിട്ട് അദ്ദേഹം വളരെ ഇതായിരുന്നു. കുമാരപ്പണിക്കര് ഇത് പ്രത്യേകം ചെയ്തിരുന്ന അടിക്കണം. അവരുടെ കുടുംബക്കാരാണ്. അപ്പൊ കിഴക്കടക്കിലിപ്പോ പശുശാല തൊട്ടതാണ് താമസിക്കുന്നത്. അപ്പൊ അവിടെ ഇപ്പോഴും ഒരു കടയുണ്ടാവും സംശയമുണ്ട്. അതിന്റെ മക്കള് ശങ്കരൻ മരിച്ചു. ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതാ കട ആ കടയെ പൊളിക്കാൻ കോടതി അവിടെ ആയിരുന്നു അയാളുടെ വീട്. അതിനങ്ങനെ കടന്നു കഴിഞ്ഞപ്പോ കട ഈ പശു ഇതിന്റെ വ്യവസായി. അതാണ് അതിന്റെ തൊട്ട് സഹസ്രാമേര് കവാടല്ലേ. കവാട സഹസ്രാമേര് പറഞ്ഞ അവിടുത്തെ ഞാൻ പറഞ്ഞ ഇളവൻ മുകളിൽ ഇങ്ങനെ ഇളവൻ ധാരാളം ഉണ്ടാകും. വെറുതെ ഇരിക്കില്ല ആ സ്വാമി. അപ്പൊ ഈ ഇളവങ്ങനെ നിറയെ പേരപ്പുറത്ത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവര് ഹരിമാനൊക്കെ കൂടിയിട്ട് ഇദ്ദേഹത്തിനെ കൊടുന്നായി. ഇദ്ദേഹത്തിന് പറഞ്ഞു വരിക നോക്കാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിനെ വിളിച്ചു കൊടുത്തിട്ട് കാണിച്ചു കൊടുത്തു. അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, ആ സഹസ്രമേരെ മക്കളൊക്കെ നരച്ചരച്ചോണ്ടാണുള്ളോ എന്ന് പറഞ്ഞു. അപ്പൊ പൊട്ടി പിടിപിടിന്ന് പറഞ്ഞു പൊട്ടികൾ വീണു. അല്ല അത് രസം എന്താ വെച്ചാൽ ദേവസ്വം പോലുള്ള സ്ഥാപനങ്ങള് പ്രവേശനമില്ലാന്ന് എഴുതാവോ പാടില്ലല്ലോ. പാടില്ല. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെ നോക്കില്ല. ഇന്നല്ലേ ഇപ്പൊ അതൊക്കെ അന്നങ്ങനൊന്നുമില്ല. അന്നങ്ങവര് അംഗീകരിച്ചാളാ. എല്ലാവർക്കും അറിയാം അങ്ങവര് ഇങ്ങനത്തെ ആളാണെന്ന് അറിയാം. എന്തിനപ്പോ ഞാൻ അമ്പലത്തിൽ നിൽക്കുമ്പോ താരാന്ന് പറഞ്ഞ ആനയെ കൊണ്ട് നിർത്തി അവിടെ ശിവയിലേക്ക്. ഊട്ടി കൃഷ്ണനായരാണ് ആനക്കാരൻ. അയാളവിടെ കൊണ്ട് നിർത്തിയിട്ട് തലയിട്ട് ഇട്ടിക്കാറാവണേ ഉള്ളൂ. നട തുറന്നു, ശിവയിൽ കൊട്ടിയിട്ടില്ല. തലയിട്ട് കുളിപ്പിച്ച് റെഡിയാക്കുന്നു. മോനും കൂടെ വന്നിട്ട് പറഞ്ഞു, എന്താ അവള് അനങ്ങാണ്ട് നിൽക്കണേന്ന് വെച്ചു. ഇതെടുത്ത് വയ്ക്കുക. ഇങ്ങനെ ആ ആൾക്കാർ എന്തടിച്ചെന്ന് നിൽക്കണില്ല. ഇന്നും ആ ചെറിയണപ്പാനില്ല. ആ ഒരു ആട്ടുണ്ട്. അത് കൃത്യമാണ്. അത്ര പറഞ്ഞപ്പോ വലിയ ഈ ആരുടെ സാധനമൊക്കെ തുന്നി ഉണ്ടാക്കും മൂപ്പര്. തലക്കെട്ട് താല്പര്യം. തലക്കെട്ട് സ്വർണം പൂശ, ഓലം തുറന്ന ഇതിനൊക്കെ മുപ്പരാണ് ഔദ്യോഗിക ജീവനക്കാരനാണ്. വലിയ പദവിയാണ്. 4 ആളെ എവിടെയെങ്കിലും വെക്കാം. ഒരാള് നമ്മുടെ കിടക്കാൻ പാടില്ല ദിവസം എഴുതി വെക്കേണ്ടി. അല്ല അങ്ങോട്ട് അല്ല ഇതായിരുന്നു ആദ്യമായിട്ടാണ്. അപ്പൊ കുമാരപ്പണിക്ക് അവർക്ക് ഈ എന്താ ഒരു നാരായണ ഉണ്ടായിരുന്നു. അല്ല മാനേജർ അസിസ്റ്റന്റ് മാനേജറായിട്ടും അദ്ദേഹം ഉച്ചയ്ക്ക് ഊണയ്ക്കാൻ വേണ്ടിട്ടേ ഊണയ്ക്കാണ്ട് ഇറങ്ങി ഒരു നേരെ നടക്കി ഉച്ചപ്പടി നട തുറന്നു. ഇപ്പൊ ദിവസത്തിന് അവിടെ വന്നത് തൊഴിലിട്ട് അന്ന് പടിഞ്ഞാറടയില് ഈ ഇവിടെ താമസം ഇന്ത്യൻ ഇതില്ലേ ഇവിടുത്തെ നമ്മുടെ ബാലരാമന്റെ വീടുണ്ട്, അവിടെയാണ് താമസം. അങ്ങനെ പോവുക ഊണിക്കാൻ. നടക്കിലെത്തി ദിവസം തന്നെ തൊഴു. എന്നിട്ട് ചെറുപ്പത്തിൽ ഇറങ്ങുമ്പോ കുമാരപ്പണിക്ക് സാർ നോക്കി വിളിച്ചു. എന്താ വെച്ചു. അപ്പൊ എന്നോട് പറഞ്ഞാ കുമാരപ്പണിക്ക് ഇവിടെ പയലൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തു. ഉച്ചയ്ക്ക് വരുന്നുണ്ടാവോ ചോദിച്ചു.
ഉച്ചയ്ക്ക് വരുന്നുണ്ടാവില്ല ചിലപ്പോ വൈകിയായിട്ട് ഞാൻ അപ്പൊ വല്ല പയറുണി കൊടുത്തയച്ചാൽ മതി. ശരി എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നടന്നു. അപ്പൊ പിന്നെയും ചെന്നു ഇവര് എന്താ പറഞ്ഞില്ലേ മക്കളെ ചെരുപ്പ് എന്റെ ആയിരുന്നു പറഞ്ഞു. ഗാന്ധിജി അയച്ചിട്ടുള്ള എഴുത്ത് കാർഡ് ഞാൻ കണ്ടിട്ടുണ്ട്. കാർഡ് ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെച്ചിരുന്നു. ഗാന്ധി ഇദ്ദേഹത്തിന് എഴുതിയ കത്ത് കത്ത് ഒരു കാർഡില് ടൈപ്പിഡ് കത്താണ്. അതില് ഒപ്പിട്ടുണ്ട് ഗാന്ധി. അതെന്താ ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് വരുമ്പോ അതിനെന്തോ അതെ വീട് പടിയായിരുന്നു ഈ വീട് ഈ പറഞ്ഞ ആ വീട് മാറിയിട്ട കടയത്. അവിടെ കുറെ കാലം മകൻ കച്ചവടം ചെയ്തു ശങ്കരൻ. പിന്നെ ഒരു അപ്പൂട്ടുണ്ടായിരുന്നു. അപ്പൂട്ടൻ ഉണ്ണീഷൻ കർപ്പളശ്ശേരി എവിടെ ഉണ്ട്? ആ 2 പെൺകുട്ടികളും ഇല്ലേ? അവരും തങ്കമണിയും അവിടെ വന്നാൽ ഈ ഒരു ചെമ്പിൽ ഇങ്ങനെ ചോറുണ്ടാക്കിയിട്ട് ഉരുട്ടി അങ്ങനെ മറുപടിക്ക് തമാശയും ചെയ്ത തമാശയ്ക്കും ചെയ്തതാ കാര്യം. മൂപ്പര് ഈ തുമ്പിക്കൈ എടുത്തിട്ട് ഇങ്ങനെ മരമണിയിൽ കണ്ട അങ്ങനെ കൊണ്ടുവരും. അപ്പൊ മൂപ്പര് എന്ത് ദിവസം അതിൽ കുറച്ച് പൊടി മൂക്കുപൊടി ഇത് വലിച്ചോടുകൂടി ആണിക്കാണ്ട് ഒരു മിഠായി ആറ് കൈ. പിന്നെ കുമാരപ്പണിയിൽ കണ്ട ലക്ഷ്യ. പിന്നെ ചോറൊന്നുമില്ല. ആന വന്ന് അപ്പൊ കുമാരപ്പണിക്ക് ആ ഗ്യാസം വന്നാൽ മാറി. ആ കാലിന്റെ ചങ്ങലില്ലേ പൂട്ടണ ചങ്ങല അത് മൂപ്പരുള്ളത്തെ ഉണ്ടാക്കിയേ. ആന ഓടിക്കഴിഞ്ഞാലേ പൂട്ടണ സീസണില്ലേ അത് മൂപ്പര് അല്ല അതല്ല ഉണ്ടാക്കിയെന്ന് വെച്ചാൽ മതമ്പാടെങ്കിലാ മതമ്പാടെങ്കിലല്ല മതമ്പാട് കാലത്ത് ആനങ്ങനെ ഓടിക്കൂ. അപ്പൊ ഈ കഴുത്തിൽ വെച്ച് കെട്ടാൻ സാധനം ഉണ്ടായി. അപ്പൊ അത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് തിരിഞ്ഞാൽ അവിടെ കുത്തുമ്പോഴാണ് അങ്ങനെ അത് കൂറ്റനും ഉണ്ടാക്കി മരം കൊണ്ട്. അതിനുശേഷം എന്നുണ്ടെങ്കിൽ അത് ഇതായിട്ട് കണക്കാക്കുള്ളൂ. പിന്നെ അതിന് പുറമെ 3 നേരെങ്കിലും പൂജ 3 ശിവരും ഇത് വേണം. അപ്പൊ അത് എല്ലാം ഉള്ളവർക്ക് മാത്രമേ നമുക്ക് മഹാക്ഷേത്രം എന്ന് പറയാൻ പറ്റൂ. ഇതിന്റെ ചില ഭാഗങ്ങൾ ഉണ്ടാവില്ല ചിലവർക്ക്. അപ്പോൾ അത് ചില മഹാക്ഷേത്രങ്ങളാണെങ്കിലും ചിലയിടത്ത് ഇതുണ്ടാവും. പക്ഷെ ഈ ഇതൊക്കെ ഉണ്ടാവും. ഈ അംഗങ്ങളൊക്കെ ഉണ്ടാവും ആ ക്ഷേത്രത്തിന്. ഇപ്പോൾ ഒരു കാലം തൃശ്ശൂർ വടക്കുന്നാൾ, ഇരിഞ്ഞാലക്കുട കോഴമാണിക്യം, പിന്നെ തൃപ്രയാർ, പിന്നെ ഗുരുവായൂർ, തൃപ്പൂണിത്തറ, ഇതൊക്കെ മഹാക്ഷേത്രങ്ങളാണ്. അപ്പോൾ അത് അവിടെയൊക്കെയുള്ള ഇനിയിപ്പോൾ അതിൻ്റെ ഓരോന്നായിട്ട് അനലൈസ് എടുത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ വടക്കുന്നാൾ ഒരു ഉദാഹരണം പറയാം. ഇതൊക്കെ ഉണ്ട്. നിത്യശിവയിലില്ല, കൊടിമരമില്ല. അത് മഹാക്ഷേത്രമായിട്ട് കണക്കാക്കും. കൊടിമരമില്ല, ഇല്ല. അവിടെ ഉത്സവമില്ല. ഉത്സവ നിർബന്ധത്ത് മാത്രമേ കാലഘട്ടത്തില് ഉത്സവം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തില്. ആറാട്ടുപുഴ പൂരത്തിന് എഴുന്നള്ളിച്ചേർന്നു. ഇതില്ല വടക്കുനാളില്ല. പിന്നെ അവര് വടക്കുനാളില്ല. വടക്കുനാൾ പോവാറില്ല. ശിവനാ ദേവി ഭാജപ്പനെ ഉള്ളൂ. അവിടെ എത്ര ഉണ്ട് ശിവന്റെ ആറാട്ടുപുഴ പൂരത്തിൽ ശിവന്റെ ഇതില്ല. വടക്കുനാളില്ല. ആറാട്ടുപുഴ പൂരത്തിന് ദേവിയും അയ്യപ്പനും മാത്രമേ ഉള്ളൂ. ശിവൻ പ്രതിഷ്ഠ കൊണ്ട് കാണണ്ടേ അവിടെ. ഇവിടെ ഉണ്ടായിരുന്നു പെരുമണത്തെ പൂരത്തിന് വടക്കുന്നാഥൻ വന്നായിരുന്നോ? പെരുമന പൂരത്തിന് വരും. പെരുമനം പൂരത്തിന് പിന്നെ അതുപോലെ വടക്കുനാഥൻ കൊടിമരമില്ല, എഴുന്നള്ളിപ്പില്ല. പിന്നെ അവിടെ സമാധി കൊണ്ടുവന്ന തല, ശിവൻ സമാധിയിലിരിക്കുന്ന തല, അതാണ് വടക്കുനാഥന്റെ പ്രത്യേകത. പിന്നെ ഇനി ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞാൽ അവിടെ ഇതൊക്കെ ഉണ്ട്. ഈ എണ്ണങ്ങളൊക്കെ ഉണ്ട്. കൊടിമരമുണ്ട്. ശിവേലില്ല. ഉത്സവകാലത്ത് മാത്രമേ നടക്കുള്ളൂ, വേറെ ഇല്ല. പിന്നെ തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞാൽ അവിടെയും ഇതൊക്കെ ഉണ്ട്. അവിടെ കൂത്തമ്പലില്ല. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഗുരുവായൂർ ഇതെല്ലാം ഉള്ള സ്ഥലമാണ്. അതതിന്റെ പ്രത്യേകത. ഗുരുവായൂർ പോലെയുള്ള ഇനിയിപ്പോ പ്രയാറ് കൂത്തമ്പലില്ല. ഇതെല്ലാം ഒരു അതാണ്
ഗുരുവിന്റെ അതാണ് ഗുരുവായൂരിന്റെ പ്രത്യേകത അല്ലേ? എല്ലാം ഉണ്ടായിരുന്നു. തിരക്ക് തോന്നിക്കാതെ വലിപ്പം അത്ര ഇല്ല. തിരക്കേ എപ്പോഴും തിരക്ക് തോന്നും. കണ്ടാൽ സിനിമ ആൾക്കാരെ വിളിച്ചൊരു തിരക്ക് തോന്നും. തിരക്ക് തോന്നും. പെരുമനം പൂരം ഗംഭീരട്ടോ. പെരുവനം പൂരം എന്താ അവിടെ അതിന് കൊണ്ടുപോകണം. കാണണ്ട തിരുവനന്തപുരത്ത് ആറാട്ട് കൊണ്ടുപോകണം. കാണണ്ട കാഴ്ചയാണ്. ഏതെങ്കിലും കാണേണ്ട കാഴ്ചയാണ് പെരുമനം. ആറാട്ടുപുഴ പൂരത്തിന് എങ്ങനെ വെച്ചാൽ 4 മണി 5 മണി ആവുമ്പോഴേക്കും അവിടെ പാടത്തെത്തിയാൽ കുട്ടികൾക്ക് കാണാം. രാവിലെ പെരുവനത്ത് വൈകുന്നേരം 6 മണിക്ക് എത്തിയാൽ എന്തിനാ ഉള്ളിലോട്ട് പെരുവനത്ത് വൈകുന്നേരം 5 മണിക്ക് 6 മണിക്ക് എത്തിയാൽ 8 മണി 9 പോരാം. തിരിച്ചു പോരാം. ഒരു കൊല്ലെങ്കിലും കാണിക്കണം. ആറാട്ടുപുഴ പകലില്ല. ആറാട്ടുപുഴ രാത്രി പോകണം. ആറാട്ടുപുഴ രാത്രി ഉണ്ട്. രാവിലെ രാത്രി തുടങ്ങിയാൽ രാവിലെ കഴിയുള്ളൂ. രാവിലെ കുട്ടികൾ രാത്രി 10:30 വരെ. അവിടുത്തെ ഉത്സവങ്ങൾ 3 തരത്തിലുണ്ട്. 3 തരത്തിൽ അങ്കുരാതി, പടകാതി, പിന്നെ ധ്വജാതി എന്ന് പറഞ്ഞിട്ട് 3 തരം. ആനയായിട്ട് ബന്ധം അല്ല, ആനയിട്ടുള്ളതല്ല. ധ്വജാതി എന്ന് പറഞ്ഞാൽ കൊടി ഏറിയിട്ട് ഉത്സവം തുടങ്ങ. മറ്റേത് അങ്കുരാതി മുളട്ടിട്ട് ഉത്സവം തുടങ്ങ. പിന്നെ പടകാതി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും എല്ലാം കൊടിയേറ്റൊന്നും തന്ത്രിയാവില്ല. തന്ത്രിമാരായിട്ട് നാട്ടുകാരെ കൊടിയേറ്റും. പിന്നെ ഈ ചടങ്ങൊന്നുമില്ല. പിന്നെ ആറാട്ട് ആറാട്ട് പോയി വരിക ഓരോ അമ്പലങ്ങളില്. അത് വിഷ്ണു ക്ഷേത്രങ്ങളിൽ മാത്രമാണ്. അല്ല അത് ഭഗവതി ക്ഷേത്രത്തിലാണ്. ക്ഷേത്രത്തിൽ കാണില്ല. അത് പടകാതിയോ. ഈ തൃശ്ശൂർ പൂരം അതൊക്കെ പടകാതിയാണ്. അവിടെ ഇതില്ല. പാലക്കാടിലായാലും തിരുവമ്പാടിയിലായാലും ഇതൊക്കെ പടകാതിയാണ്. അപ്പൊ അവിടെ ഈ ആറാട്ടുഴി ഇതൊക്കെ അതാണ് പടകാതിയാണ്. ഇതാ വ്യത്യാസം. ഗുരുവായൂർ ഇതാണ് അങ്കുരാതിയാണ്. മോളെത്തിട്ടാണ് കൊടിയേറും. അത് കഴിഞ്ഞിട്ടേ കൊടിയേറാൻ അങ്ങനെ ഇതിന് ഓരോന്നിനും വ്യത്യാസമുണ്ട്. അപ്പൊ അവിടുത്തെ പുസ്തകം തിരുവനന്തപുരത്തെ ചുമതല ഉദാഹരണമാണ് സാമൂഹികയുടെ ഭാര്യ പയ്യന്നൂര് നാരായണമാരൻ പൊതുവാളെന്ന് പറഞ്ഞൊരു എനിക്ക് കേരളമായിട്ടുള്ള ആളുണ്ട്. ഇയാളെക്കാൾ സീനിയറുമാണ്. പേര് പ്രശസ്തിയുള്ള ആളെ കൊണ്ടില്ല. അദ്ദേഹത്തോട് പറഞ്ഞു ഗുരുവായൂർ വന്നൊരു നാളെ കൊട്ടണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഇവര് പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കാൻ കഴിയില്ല. അദ്ദേഹം വന്നു. ഇവിടെ വന്ന് നോക്കുമ്പോൾ അദ്ദേഹമാണ് അദ്ദേഹത്തെക്കാൾ സീനിയറായിട്ടുള്ള ആള്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാര്യം മനസ്സിലായിരുന്നു. അദ്ദേഹത്തിന് വലിയ വിഷമമായി. അപ്പൊ അദ്ദേഹം 3ാമത്തെ അവസാനം കൊട്ടുണ്ട്. ഈ നാരായണ പൊതുവാളാണ് അങ്ങനെ വരുമ്പോൾ കൊട്ടുണ്ട്. അദ്ദേഹത്തിനെ കണ്ടപ്പോ ഈ ശേഖരന്മാരാർക്ക് ആകെ വിഷമമായി. ഞാനാണ് പതിവ് എന്താ ചെയ്യാൻ അദ്ദേഹത്തോട് പറയാനുമില്ല. അദ്ദേഹത്തിനെ ചെയ്യാൻ. അപ്പൊ ആദ്യത്തെ ഒരു കുട്ടി താഴ്മയുണ്ട്. അത് കഴിഞ്ഞാൽ അപ്പൊ 2ാമത് ശേഖരന്മാരും 3ാമത് നാരായണന്മാരും അങ്ങനെ നിൽക്കും. അദ്ദേഹം ആദ്യത്തെ ആയപ്പോ കഴിഞ്ഞപ്പോ പിന്നെ ഒരു കഴിഞ്ഞ കൊല്ലം വരെ കുട്ടിയായിരുന്നല്ലേ ഒരു ഇതുണ്ടല്ലോ, വിഷമം തരാം. അമ്പലക്കുളത്തിൽ വിളിച്ചിട്ട് ഭഗവതിരെ അവിടെ ചെന്നിട്ട് നമസ്കാരം. എന്നിട്ട് പറഞ്ഞു പുള്ളി ഒക്കെയായിട്ട് പ്രാർത്ഥിച്ചു. അമ്മേ ഞാനാണ് പതിവ് ഇന്നിക്കുറി ഇങ്ങനെയാണ് യോഗം, എന്താണ് ശരിയാ കാത്തോളെന്ന് പറഞ്ഞിട്ട് ഒറ്റ നമസ്കാരം പഠിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് തായുമ്പോൾ 2ാമത്തെ ആയുമ്പോൾ അദ്ദേഹത്തിനെ തുടങ്ങിയെന്ന് പറഞ്ഞാൽ പിന്നെ കൊട്ടിയതെന്ന് അദ്ദേഹമല്ല, അദ്ദേഹത്തിന് അറിയുന്നില്ല. ആണുങ്ങൾ കൊട്ടിയിട്ട് എന്തിനാ പറഞ്ഞ അടയാളം പറഞ്ഞ അന്ന് ഓടിട്ട തലപ്പരയാ. എന്നിട്ട് വാർപ്പടയ്ക്ക് മുമ്പാണ് ആ ഓട് നരങ്ങിയിട്ട് വീണു. കുട്ടിയുടെ ശക്തി കൊണ്ട് ഇത് നാരായണന്മാരെ ഒരുപാട് കണ്ടു. ഒരുപാട് പറഞ്ഞു ഞാൻ ഇവിടെ എന്ത് കൊട്ടിട്ടും കാര്യമില്ല, ഞാൻ ഇനി കൊട്ടിട്ടില്ല. അതെന്ത് തായ്മയുടെ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇവിടെ ആറാട്ടിന് എല്ലാ കൊല്ലം എഴുന്നള്ളിക്കുക പത്മനാഭനെയാണ്. ആറാട്ടിന് പള്ളിവേട്ടയ്ക്ക് ശേഷം വന്നിട്ട് എഴുന്നള്ളിച്ച് പോകും. ആറാട്ടിന് പത്മനാഭനെ എഴുന്നള്ളിക്കുക. അങ്ങനെ ഒരു 63-64 മുതൽക്ക് അങ്ങനെയാണ്. അപ്പൊ 69 സംഭവം. ആ കൊല്ലം അവണപ്പുറമ്പ് ദാമോദരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അതിനെ കൊണ്ടു. അത് ഒരുപാടായിട്ട് എഴുന്നള്ളിക്കാൻ വന്നതാണ്. നോക്കുമ്പോൾ അതാണ് ഉയരം കൊണ്ട് കൂടുക. ഉയരം കൊണ്ട് ആന നല്ല പൊട്ടികളാണ്. അപ്പൊ അതിനെ എഴുന്നള്ളിക്കാനായി അതിന് 1ാം നമ്പർ നിലകിട്ട് അതിന് കൊടുത്തു. ആ ദീപാര കൊടിമരത്തറയിൽ ദീപാരാന നടക്കണം. ഞങ്ങൾക്കൊക്കെ ഒരു പത്മനാഭനെ എഴുന്നള്ളിക്കാൻ പറ്റിയില്ലോ എന്നൊരു ഖേദമുണ്ട്. അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇത് കഴിഞ്ഞ് ദീപാരാധന കഴിഞ്ഞപ്പോൾ ഈ എഴുന്നള്ളിക്കാൻ ആനെ വിളിക്കാന്ന് പറഞ്ഞു. ഈ ആനയോട് വരാൻ പറഞ്ഞു. അപ്പൊ ആനെ കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ അവരോട് പറഞ്ഞു അതേ അവിടെ കൊണ്ട് നിർത്തണം, ചടങ്ങൊക്കെ പറഞ്ഞു കൊടുത്തു.
അവിടെ വന്നു കഴിഞ്ഞാൽ തന്ത്രിപ്പാട് വന്നിട്ട് ഈ വാഹന പൂജയുണ്ട്. അപ്പോൾ ഈ ദർഭെടുത്ത് തൊട്ടിട്ട് ആളുടെ കൊമ്പിൻ്റെ അവിടെ തൊട്ട് ലഭിക്കും. എന്നിട്ട് ലേശം നേദ്യം ആളുടെ വായിൽ കൊടുക്കും. അപ്പോൾ നിങ്ങൾ ആനക്കാരെ ആ സമയത്ത് തൊടാൻ പാടില്ല, വിട്ടിക്കണം. അത് കഴിഞ്ഞിട്ട് തൊടാൻ ആ സമയത്ത് തൊട്ടാൽ സുഖമാണെന്നൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ ആനക്കാരൻ പറഞ്ഞു, ഒന്നും പറ്റില്ല, ഞങ്ങൾക്ക് തന്നെ ആനയുടെ കൊമ്പ് കൂടാൻ പറ്റില്ല, ആന തട്ടും, ആരായിരുന്നു തട്ടുകയാണ്, ആന അങ്ങനെ ഞങ്ങൾ തൊടാണ്ട് പറ്റില്ല എന്ന്. അത് ഇയാൻ്റെ അടുത്ത് പറ്റില്ല, കുഴപ്പമില്ല. അപ്പോൾ മാറ്റാന്ന് പറഞ്ഞു, പറ്റാൻ തന്നെ നിർത്തി. അങ്ങനെ ഒരു അങ്ങനെ ചില പണികളുണ്ട്. അമ്പത്തെട്ടിലാണത്. അത് മാടായി നാരായണനാരെ നമുക്ക് ഓർമ്മിക്കുമ്പോ ഒരു ഭീകര കഥയായിട്ട് പറയണമെന്നുള്ളത്. കോട്ട എന്ന് പറഞ്ഞ ഒരു അമ്പലമുണ്ട്, കടലും ഡിപ്പോ താമരപ്പണ്ടമ്പല അതല്ലേ. അപ്പൊ അവിടെ പിന്നെ ഈ ബാലഗോപാലിനെ കൊണ്ടുപോകാൻ എല്ലാം കൊണ്ടുപോകും. കാരണം ഈ ഇയാള് നല്ല സൗമ്യനായിട്ടുള്ളതാണ്, കാരണം നല്ല അവർക്ക് ഇഷ്ടം. അപ്പൊ അങ്ങനെ അവിടെ പോയപ്പോ അവിടെ ഇയാളെ മകനാ, അയാളെ മകണ്ട് ആള് മരിച്ചോ? അപ്പൊ ഇയാള് ഈ ആനെ അപ്പൊ ഇവര് വന്നു അതുപോലെ നെടുങ്കയുടെ തുറക്കാർ വന്നു. അത് ബാലഗോപാലിനെ വേണം. ഇയാള് ആ കൊല്ലം ഞാൻ ഇല്ല കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അവർക്ക് എന്താ വെച്ചില്ല, അവർക്ക് ഈ ആന തന്നെ വേണം. എന്നിട്ട് അവര് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുക. അപ്പൊ ഇയാള് അവിടെ വേണ്ട, ഇയാള് എന്ത് ചെയ്താലും ഇയാള് സമ്മതിക്കണില്ല, വേറെ ആരെങ്കിലും അയച്ചാൽ ഞാൻ ഇല്ല. അപ്പൊ എന്താ കാര്യം മനസ്സിലായില്ല. ഇയാള് എന്ത് പറഞ്ഞാലും ഇങ്ങനെ തർക്കിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ബാലനായരായിട്ട് ഇരിക്കില്ല, ബാലനായ നാരായണാനെ കെട്ടി മതമ്പാട് നിൽക്കുക. ഇയാൾക്ക് പണിയൊന്നുമില്ല, ഇയാളിങ്ങനെ ഇയാളെ ഇടയ്ക്ക് വെള്ളടിക്കണം, കാശില്ല. ഇയാളെന്താ ചെയ്യേണ്ട വെച്ചില്ലാന്ന് നിൽക്കുക. അപ്പൊ ആ സമയത്ത് ആണപ്പര് വന്നിട്ട് ഇങ്ങനെ നിർബന്ധിക്കണം. കുറെ കഴിഞ്ഞപ്പോ ബാലനായർ എന്നിട്ട് പറഞ്ഞു, ഇതാ എനിക്കത് ഏറ്റടാ, പോവാ, ഞാൻ വരാൻ കൂടെ, പേടിക്കല്ലേ, പൊക്കോ പോവാണ്. ബാലേട്ടൻ ഇതിന്റെ 4 പേര്, അത് സാറില്ല, ഞാൻ വരാം, ഞാൻ എന്തായാലും വെറുതെ ഇരിക്കുക, ഇവിടെ പണിയൊന്നുമില്ല, ആന മതമ്പാടിലാണ്, എന്തായാലും ധൈര്യമായിട്ട് കേട്ടോ. എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ആന ഏൽപ്പിക്കും. ശരിയെന്ന് പറഞ്ഞു. അവർക്ക് സന്തോഷമായി, ആന ഏൽപ്പിച്ചു. അവിടെ പോയി. ഇപ്പം എന്താ ഈ പ്രശ്നം വെച്ചാൽ ആ തലേ കൊല്ലം ഈ ആന അവിടെ ഒരു പ്രദർശനം വെച്ച് വരുമ്പോൾ ഒരു മൂലയിലെത്തിയ ഈ ആന അവിടെ നിൽക്കുകയാണ്. എന്തോ പേടിച്ചിട്ടാണ്. ആന ഒരടി ഇറക്കില്ല. അപ്പൊ ഇയാള് എന്ത് ചെയ്താലും ആന സമ്മതിക്കില്ല, ആന കിട്ടും. അപ്പൊ അത് പരിഭ്രമത്തിലായില്ല, അവിടെ എത്തിയ ആന നിൽക്കുക. അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അത് കാരണമാണ് ഇയാളെ എക്കാത്തത്. ഈ അപ്പൊ എന്താ നീ എക്കാൻ ഇത്ര മടി, ഇങ്ങനെ സംഭവം ഉണ്ട്, അതുകൊണ്ടാണ്. കാര്യമില്ല, നമുക്ക് കുഴപ്പമില്ല, വരാം. അങ്ങനെ അവിടെ ചെന്നു. അവിടെ ചെന്ന് പിന്നെ ഈ കുരങ്ങന്മാരെ ശല്യമുണ്ട്, ആനപ്പുറത്ത് കയറിയിരിക്കും കുരങ്ങന്മാർ. അങ്ങനെ ശല്യമുണ്ട്, അത് കണ്ടാൽ പേടി. അങ്ങനെയാവും തോന്നുന്നുണ്ട് ഞാൻ. ഈ കുരങ്ങന്മാർക്ക് ആനപ്പുറത്ത് കയറി. അപ്പൊ അതുണ്ട്. അപ്പൊ ഇയാളെന്ത് വെച്ചാൽ അവിടെ പോയി ആന തലയിട്ട് കൊണ്ടുവരാൻ. അപ്പൊ വേറെ ആളുണ്ട്, അയാൾ തലയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ആരുടെ അടുത്ത് തങ്കപ്പനുണ്ട്, അവർക്ക് ശത്രുന്നായില്ല കേട്ടാ, ആളുടെ കൂടെ അന്ന് പോയിട്ടേ ഉള്ളൂ. ഇയാളെങ്ങനെ നോക്കിയാനെ ആന ചിന്തിക്കണേ വടിയിട്ട് 2 അടി അടിച്ചു ആന. ഇഷ്ടപ്പെട്ടാ പറഞ്ഞു ഈ ആന കുമ്പിട്ടുവാനാ ഇതായി. അപ്പൊ ആനക്ക് മനസ്സിലായി വന്നേക്കണ ആനക്കാരനാണെന്ന് മനസ്സിലായി. അതോട് നിലവിളിച്ചാണ്. അപ്പൊ ആൾക്കാർക്കും കൂടി എന്തിനാ തല്ലി വരുന്നത്, പാവം ഒരു ഒന്നും ചെയ്തില്ലോ, സാരില്ല തലോടി, അവിടെ ഒന്നോ കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ പറഞ്ഞ് തലോടി ദൂരെ അറിയിച്ചു. അത് കഴിഞ്ഞ് പറഞ്ഞു തങ്കപ്പനോട് നീ കൊമ്പോടി ചുമ്പിളിക്ക് കിടന്നോ പറഞ്ഞു. ഈ ഇയാള് കച്ചത്ത് ഓടുമായിട്ട് ആനന്റെ നെയ്ക്ക് നടക്കുക, കൊമ്പ് പിടിക്കില്ല. അങ്ങനെ നടന്നപ്പോ ആനന്റെ നോട്ടം മുഴുവൻ ബാലനാരെ ഇവിടുത്തെ അടി വീണത്തില്ല, ഒരു കുഴപ്പമില്ല, അടുത്ത ജീവിതത്തിൽ പോകും. അത്ര കൃത്യ എന്താ പണി. കോതറ ശങ്കരനാരുണ്ടായിരുന്നു, കോതറ. അയാള് മോളില്, അയാള് തൊട്ടിയുടെ അയാള് കാരണം മോളില്. ഇവര് 2 ആളും കൂടി ആന കഴിച്ചു. ആന കഴിച്ച് ഒരു തോട്ടില് കുളിപ്പിക്കുക. വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്ന ചെറിയൊരു തോടുണ്ട് അവിടെ. ആ ആന എങ്ങനെയാ വെച്ചാൽ ഈ ഷട്ടക്കാരനെ കുത്തി കൊല്ലുവാനാ. അത് കഴിഞ്ഞ അടുത്ത ആൾക്ക് കയറാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ അയാളെ താപ്പ് കിട്ടിയാൽ പോലും ഭയങ്കര കുറവില്ല.
ഇവര് രണ്ടാളും കൂടി കയറി ഇതുപോലെ ആന കരുതിയിട്ടുണ്ടേ നിൽക്കണേ. ഇതിനിടയിൽ കുളിപ്പിക്കണതിൻ്റെ എന്തോ ഇത് താപ്പ് ഇട്ടപ്പോ ആന ഈ ബാലന്മാരെ തട്ടി കുത്താൻ ഇങ്ങനെ കുത്താൻ വിളിക്കും. മുകളിൽ ഇയാളുടെ അതിൽ കൊട്ടിക്കൊണ്ട് വാരി കോരി എടുത്തോടു ഞാൻ പാന്ന് പറഞ്ഞിട്ട് ആന വേദനോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇയാൾ എന്ന് പറഞ്ഞു ബാലട്ട എനിക്കോളൂ. എന്നിട്ട് എന്താ വെച്ചാൽ പതുക്കെ മതി, ധൃതിയൊന്നും പിടിക്കണ്ട, ഞാനതുവരെ ഈ തോട്ടിയോട് നിൽക്കാനാ. അത് ഇത് കഴിഞ്ഞിട്ട് ഇവര് ആനയെ കഴുകി ഇല്ലത്ത് കൊടുക്കും. അപ്പൊ നമ്പൂരി തറഞ്ഞു പോയി കോത്രാൻ പോയി. ഇതങ്ങനെ ആനയെ അദ്ദേഹം വേഗം ആനയെ കെട്ടിട്ട് വരാൻ പറഞ്ഞു. ആനയെ കെട്ടി വന്നിട്ട് 2 ഓണപ്പടം ഇട്ട് കൊടുത്തു. അതെ, നിങ്ങൾ ആനയെ കെട്ടി പൊക്കോളൂ, ഇത് ശരിയാവില്ല, എന്റെ ആന ഉണ്ടാവില്ല, നിങ്ങൾ കണ്ട ആരെങ്കിലും കൊല്ലും, കണ്ട പൊക്കോളൂ പറഞ്ഞു. അങ്ങനെ വന്ന അതൊരു കലയാണ്. ആനപ്പണി എന്ന് പറഞ്ഞാൽ അതൊരു കലയാണ്. കൊണ്ടിറക്കാന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമാവും. കുഞ്ഞുമോൻ നല്ല ആൾക്കാരനാ അല്ലേ? കുഞ്ഞിന്റെ മകണ്ടപ്പോ ആ പീതാംബരന്റെ കുഞ്ഞുമാനൊക്കെ പറഞ്ഞ ഒരു കാലത്ത് അയാളുടെ ശരീരം കാണണം, ഒരു 6 അടി ഉയരം. ഞാൻ ഈ അതിശയിച്ചിട്ടുണ്ട് അയാളെ ആനയും ഇയാളും കൂടി കാണുമ്പോൾ ഒരു ഭംഗി. തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവ് കുടമാറ്റം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ ഇയാള് പെരുമ്പാവൂര് ഗോപാലൻ എന്ന് പറഞ്ഞൊരു ആന ഉണ്ടായിരുന്നു. അതിന്റെ കൊമ്പ് വിളിച്ചിട്ട് ആ ഇറങ്ങണ എന്റെ മീശ ഭയങ്കര. എന്നിട്ട് ആ ആനയെ മോഹം കൊണ്ട് പാറമേക്കാവ് വാങ്ങി. അവിടുന്നാണ് അയാൾ ഇങ്ങോട്ട് വന്നത്. ഇവരൊക്കെ ഈ മേന്റെ ശിഷ്യന്മാരാ. ഒരു മേനുണ്ടായിരുന്നില്ലേ പട്ടിമുറി അയ്യപ്പന്റെ, പട്ടിമുറി അയ്യപ്പനാണ്ട് ഒരു മേനുണ്ടായിരുന്നു. അയാളുടെ ശിഷ്യന്മാരൊക്കെ. ഇയാള് കുട്ടൻ, കുറെ ആൾക്കാരൊക്കെ. അത് വേറെ ഊറിനെ പറ്റി കൊണ്ടുവരുന്നുണ്ട്. ഊറിനോട്ട് ഒരു വലിയ ആനയുണ്ടാവും. ഞാൻ കണ്ടിട്ടില്ല. ആ ആന പോലെ തന്നെ അയാളുടെ പാപ്പാണ്. നമ്മളെ ഇവിടെ അതിനുണ്ടാവും. അപ്പൊ ഒരു നമ്പൂരി വന്ന് ഏറെ ആന ചോദിച്ചു. അപ്പോൾ ഇത് ആന അതേ പാപ്പാൻ. അല്ല അന്നത്തെ കാലത്ത് അതൊക്കെ മഠം ശ്രീധരൻകൂർ അംബികാഷ്ടപ്രാസം. അതൊക്കെ ഏതാപത്തു വരുമ്പോഴും പവകടൽപ്പൂ താണുകൂപ്പുന്നവർക്കോതാനാർക്കും അശക്യമായ വിജയം നീതാൻ കൊടുക്കുമ്പോൾ മാതാവേ ഭവതീയ ഭക്തനടിയൻ ജാതാതരം ചേവടിക്കേതാവൽ പണിയുന്നു തേ കനിയുവാനേതാനുമുണ്ടോ പണി. കൽപ്പവിഹൃതിക്കാളായ ശാകുംഭരി ഓളായം പെരുമാഴി പോലെ വിരിടുമ്പോളായ വണ്ണം ഘനക്ഷേളായന്ത്രിതരാമരക്കരെ വെറും താളായ